ആലുവ പുഴയിൽ കുളിക്കാൻ. അപ്പം ഞാൻ ഭയങ്കര, എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നി. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം ഇത്ര കയ്യിലിങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് ഈ ആലുവ പുഴയുടെ തീരത്തൊരു വീട് വേണമെന്ന്. ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പം ആ പുഴ ഭയങ്കര ഉയരത്തിൽ എന്നെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞാൻ കയറും. എന്നോട് പിന്നെയും പറഞ്ഞു ഞാൻ കയറും. അതിൻ്റെ ഒരു വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ ആ പുഴ വന്നിട്ട് ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണം. സ്വപ്നം കണ്ട ഉയരത്തിലുള്ള അലമാരി എന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചു, ചെരുപ്പുകൾ എടുത്തു വെച്ചു. എനിക്കറിയില്ല, പുഴ എന്നോട് പറഞ്ഞു കയറും. പുഴ കയറി ചളിയായ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അത്രയും സ്നേഹിച്ചിരിക്കുന്ന ഒരു വീടല്ലേ. ഞാൻ ഇവരുടെ കൂടെ കാറിൽ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ അളവിൽ അവിടെ മാത്രം സാധനം അതിൻ്റെ മോളിൽ. അപ്പോഴാണ് ആ പുഴേനെ ഞാൻ ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അടുത്ത് തന്നെയല്ലേ മഹാദേവ ക്ഷേത്രം. ആലുവ തേവരായിട്ടുള്ള ഭയങ്കര ക്ലോസില് പാട്ടൊക്കെ ഈ സാധനം അവിടെ വെച്ച് അങ്ങനെ പിടിക്കാൻ തന്നെ അങ്ങനെ അതുകൊണ്ട് ആരും ഒന്നും തോന്നരുത്. റോബോട്ട്, അതെ റോബോട്ടാണ്. അതെന്നെ സ്റ്റാർട്ട് ക്ലീനിങ് അത് മുപ്പത്തി പറഞ്ഞ് ചെയ്തു. ഇതിനത്തേക്ക് ഇപ്പോഴേ പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ മ്യൂസിയത്തിലേ ഉള്ളൂ. ഇത്തേടെ അടുത്ത് ഹൽവ കൊണ്ടുവരുന്ന മാത്രം തന്നെ എന്തൊരു ഭംഗിയാ. ഇതെന്താ ഇത്ര തോക്ക്? ഇത് പണ്ടത്തെയാണ് കേട്ടാ. ഈ തോക്ക് കണ്ടിട്ട് ഇപ്പം വെടിവെക്കുന്നു വിചാരിക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ മുട്ടുന്നത്. കോളാമ്പി കിണ്ടിയാണത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈജിപ്ഷ്യനാണ്. ഒമാനിലുണ്ടായിരുന്നപ്പോ അവിടത്തെ തബലയൊക്കെ ആദ്യമായിട്ടാ കൈ കൊണ്ട് എടുക്കുന്ന കേട്ടോ. 30 വർഷമായിട്ടുള്ള തബല. 30 വർഷം. അതാണ് മജ്ലിസ്. അറബികൾക്കൊക്കെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളുണ്ടല്ലോ. അറേബ്യൻ ഭാഷയൊക്കെ കുഴിമന്തി കഴിക്കാനുണ്ട്. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു. ഞാനിപ്പോൾ ഉള്ളത് ആലുവ പുഴയുടെ തീരത്തുള്ള ഒരു ഉഗ്രൻ വീട്ടിലാണ്. ആരുടെ എന്നല്ലേ, നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഫൗസിയ അബൂബക്കർ ലിറിക്സിസ്റ്റ് ആണ്. നമ്മുടെ സിനിമയിലെ ചാർലിയിലെ ദുൽഖർ സൽമാന്റെ സൂപ്പർ ഡയലോഗൊക്കെ പറഞ്ഞ് ഇത്തേ ഓർമ്മയില്ലേ? എല്ലാവരും കണ്ടു കാണും ഇന്റർവ്യൂ. കാണാത്തവർ കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വീട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് മനോഹരമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എത്ര വർഷമായി ഈ വീട് നിർമ്മിച്ചിട്ടൊക്കെ ഇത്തയോടൊന്ന് ചോദിക്കാം. ഈ വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുടെ ഉള്ളിൽ നല്ല ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തേതാ, ഹലോ നമസ്കാരം ഇത്ത. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്ത് മനോഹരമായിട്ടാണ് ഈ വീട്. ഭയങ്കര പോസിറ്റീവ് എനർജി ഇവിടെ വരുമ്പോൾ. നമ്മള് അത്രയേറെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും എനിക്ക് എൻ്റെ വീട് എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ എല്ലാം ഭംഗിയാക്കി വെക്കുന്നതും അതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ. എഴുത്തിനേക്കാളും ഞാൻ ചിലപ്പോൾ പ്രണയിക്കുന്നത് അതിനായിരിക്കും. വീടെന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു നല്ല സ്ഥലത്ത് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ കിട്ടുന്നൊരു സുഖം ഇവിടെയും കിട്ടുന്നുണ്ട്. താങ്ക് യു. അത് നമ്മള് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ഞങ്ങളുടെ വീടിനെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. അതെ, ഈ വൈബ് നമുക്കും കിട്ടുന്നത്. കാരണം ഇത് എത്ര വർഷമായിട്ട് ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ട്? എത്രയായി? 10-25 വർഷം ആയിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്കൊന്ന് ഒരു 15 വർഷം മുമ്പ് ഒന്ന് റിനോവേഷൻ ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഇത്ത തന്നെയാണ് ഇതിന്റെ ബ്രെയിൻ. ഈ വീട് ഇങ്ങനെ ആക്കി എടുക്കാൻ കൂടുതലും എന്റെ ഇഷ്ടങ്ങളാണ് അവരെനിക്ക് ചെയ്തു തന്നത്. അപ്പം ഇത്ത നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും. നല്ല ഒരുപാട് വർഷത്തിന് ശേഷമാണല്ലോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഇത്ത ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ബേസിക്കലി ഒരു മലബാറുകാരിയാണ്, കോഴിക്കോടുകാരിയാണ്. അത് നമ്മൾ ഇന്റർവ്യൂ പറയാത്തതാണ്. പിന്നെ ആലുവ പുഴയോടുള്ള പ്രണയം കൊണ്ടാണ് ഇവിടെ വീടെടുത്തത് അല്ല? അതൊന്ന് പറഞ്ഞേ. കല്യാണം കഴിപ്പിച്ചത് ഇവിടെ അല്ല, ആലുവയിലാണെങ്കിലും
ഈ സ്ഥലത്തല്ല, പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ള ഒരു ആലുവപ്പുഴേനോടുള്ള ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പാൻ്റെ കസിൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉപ്പാൻ്റെ നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ആ കല്യാണത്തിന് വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ രാത്രിയാണ് എത്തിയത്. അപ്പൊ അവിടെ ആലുവയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ആലുവ അവിടെ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പം നല്ല മുല്ലപ്പൂവിന്റെ മണമൊക്കെ ഇങ്ങനെ. അപ്പൊ മുല്ലപ്പൂവിന്റെ ഒരു പന്തൽ തന്നെ അവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മുല്ലപ്പൂവിന്റെ പന്തലും ഒക്കെ. അപ്പൊ അന്നേ മുതൽ കുഞ്ഞു കുഞ്ഞു കവിതകൾ അങ്ങനത്തെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഇഷ്ടം കൂടുതൽ. അപ്പം അതൊക്കെ എടുത്ത് മാല കെട്ടിക്കഴിഞ്ഞപ്പോ നമ്മളോട് കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് സാധാരണ കോഴിക്കോടൊക്കെ നമ്മള് റൂമിലെ വീട്ടില് കുളിക്കുന്നതല്ലേ. അപ്പൊ ഇവര് പറഞ്ഞു എല്ലാ പുഴയിലാന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് പുഴ, ആലുവ പുഴ. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ആലുവ പുഴ. അപ്പൊ ശരിക്കും ഞാൻ കല്ലായിപ്പുഴയുടെ തീരത്തുള്ള ഒരു കുട്ടിയാണ്. എന്നിട്ട് കോഴിക്കോട് മാങ്കാവാണ് വീട്. അപ്പോൾ ആലുവ പുഴയിൽ കുളിക്കാൻ അപ്പം ഞാൻ ഭയങ്കര എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നി. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം ഇത്ര കയ്യിലിങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് ഈ ആലുവ പുഴേൻ്റെ തീരത്തൊരു വീട് വേണമെന്ന്. ആ ചെറുപ്പത്തിലുള്ള കുട്ടിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ പൊക്കി വെച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വെള്ളം എടുത്ത് പറഞ്ഞു, പഠിച്ചവനെ ഈ ആലുവപ്പുഴേന്റെ തീരത്ത് എനിക്കൊരു വീട് വേണമെന്ന്. പക്ഷെ അന്ന് എങ്ങനെ ആലുവപ്പുഴേന്റെ തീരത്ത് വീട് വെക്കും? ഞാൻ കോഴിക്കോട്ടുകാരാണ്. എങ്ങനെ എന്താന്നൊന്നും അറിയാത്തൊരു കാലത്തിലെ ഇഷ്ടം. പിന്നെ ഈ ആലുവ മണപ്പുറത്ത് പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടാവില്ല, അതിൽ വെച്ച് രാപ്പാർക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവങ്ങളായിരുന്നു. ആ ഒരു ലോകത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഈ ആലുവ പുഴേനെ വല്ലാതെ ഇഷ്ടപ്പെട്ടത്. കവയത്രിയും കൂടി ആയതുകൊണ്ട്. കല്യാണം പണ്ടുമ്മാന്റെ ബ്രദറിന്റെ മകനാ കല്യാണം കഴിച്ചിരിക്കുന്നത്, അബൂബക്കറിക്ക. അപ്പോൾ ആ കല്യാണം പറയുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ആലുവ പുഴ എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞ് വീട് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ ഞാൻ എനിക്ക് ആലുവപ്പുഴേന്റെ തീരത്ത് വേണമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഈ വഴിയൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് കൂടെ പുഴേന്റെ സൈഡിലെ എല്ലാ പ്ലോട്ടുകളൊക്കെ പോയി നോക്കിയപ്പം ഇങ്ങനെ ഈ GCD പ്ലോട്ടുകളാണ് ഇത് ആലുവ. അപ്പം മണപ്പുറത്തുള്ള. അപ്പൊ അവിടെ വന്നപ്പോ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് കണ്ടു. അങ്ങനെ അത് വാങ്ങിയിട്ട് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചല്ല എനിക്ക് കിട്ടുന്നു. അതുപോലെ ഇവിടെ എന്താ പറയാ ആലുവയില് വരണം എന്ന് ആഗ്രഹിച്ചു, ആലുവ പുഴയുടെ തീരത്ത് വീട് വേണമെന്ന് ആഗ്രഹിച്ചു. അതെ, ആലുവക്കാരനാണെന്ന് പറഞ്ഞപ്പോ അബൂക്ക് ആലുവക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നിക്കാണ്. അപ്പൊ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അകത്തേക്ക് പോയാലോ? ആലുവ പുഴ ഇതിന്റെ പുറകിലാട്ടോ. പിന്നെ അതിപ്പോ നമുക്ക് കാണാൻ പറ്റില്ല, ഇരുട്ടായോണ്ടല്ലേ. ഈ മാറ്റ് വിട്ടുമ്പോ തന്നെ എന്താ പറയാ, എല്ലാവരും പഴമയുടെ ഒരു ഇതുണ്ട്. പുതിയ വീടാണെങ്കിലും പഴമയുടെ ഒരു എല്ലാം വെച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ നാഴിയൊക്കെ ഇതൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതാണ്. ഞങ്ങളുടെ തന്നെ തറവാട്ടിൽ നിന്ന് ഉള്ളത് തന്നെ. വാപ്പിച്ച് നല്ലൊരു കർഷകനായിരുന്നു. ഉച്ചയ്ക്ക് ഇഷ്ടമായിരുന്നു വയലും പാടവും ഇതൊക്കെ ആയിരുന്നു വാപ്പിച്ചിന്റെ ഏറ്റവും കൃഷിയായിരുന്നു. ഇഷ്ടപ്പെട്ട ഇതും അതിനോടുള്ള ഒരു സ്നേഹം, പണിക്കാരോടൊക്കെ പെരുമാറുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര വല്ലാത്തൊരിത് തോന്നും. തേവൻ, പുത്ത, കൊടുങ്കളി അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് വയ്യാന്നേറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പിച്ചി ചെയ്യും. അല്ല, അവര് പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാപ്പിച്ചി ചെയ്ത് കൊടുക്കുമ്പോ ഞങ്ങൾ കളിയാക്കുമായിരുന്നു അന്നൊക്കെ. വാപ്പച്ചിയുടെ വീടല്ലേ കോതമംഗലത്താന്ന് പറഞ്ഞു? അല്ല, പള്ളിക്കര. ഹസ്ബൻഡിന്റെ വാപ്പ. ഹസ്ബൻഡിന്റെ ഉപ്പയുടെ. അപ്പൊ ഇത് എത്ര വർഷമായി? ഒരു 50, അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും. ഇതെന്താ ഇതാണ് ഞങ്ങളുടെ വയലില് വാപ്പിച്ചിയൊക്കെ അന്ന് പണിയെടുത്തിരുന്ന സമയത്ത് കട്ട ഉടയ്ക്കുന്ന സാധനമാണ്. മണ്ണിന്റെ കട്ടകൾ ഇങ്ങനെ ഉടയ്ക്കും. നമ്മള് പശു ഇങ്ങനെ ഇതിനെ വെച്ചിട്ട്, അല്ല കാളേനെ. അപ്പൊ അതിന്റെ ബാക്കില് നീളത്തിലൊരു പലക ഉണ്ടാവും. അതിനൊരു ഞവരി പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ കട്ട ഉടച്ചൊടിച്ച് പോകുന്നതാ. അപ്പൊ ഹസ്ബൻഡും ഉപ്പാന്റെ കൂടെ അന്ന് പാടത്തും വരമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മ, ഈ ഇതൊക്കെ ജോലി ചെയ്തതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട്
സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. തറവാട് പിന്നെ പൊളിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും തറവാട് പൊളിച്ചിട്ട് കുറെ വർഷം അവിടെ കിടന്നപ്പോ ഞാനത് കണ്ടുപിടിച്ചെടുത്ത് കൊണ്ടുവന്നു. ഇന്നത്തെ തലമുറയൊന്നും കാണാത്ത ഒരു സാധനമാണിത്. അതെ അതെ. പിന്നെ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഇവിടെ ഒരു ഞവരി ഒരു പല ഇതുപോലെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ വലിക്കുമ്പോ അപ്പൊ ഇങ്ങനെ പോകുന്നതാണ്. അതുണ്ട്, അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല. അതാണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ ഇത് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാ വെക്കണ്ടെന്നൊക്കെ ആളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത്. അപ്പം ഇത് അല്ല, ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന്. അല്ല, കിണ്ടിയാണത്. കിണ്ടിയാണ് എന്നെ ഇപ്പൊ എല്ലാരും ഇത് മറ്റേ മുറുക്കാൻ. ഇത് മുറുക്കാനല്ല, മുറുക്കാൻ്റെത് വേറെ ഉണ്ട്. അവിടെ മുറുക്കാൻ. ഇതൊരു മെതിയടി. ഇതൊരു അമ്മായിയുടെ ഉമ്മാടെയാണ്. അപ്പൊ ഞാൻ അവരുടെ ഉമ്മാനെ, എനിക്ക് വയസ്സായ ആളുകളൊക്കെ കാണാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഉമ്മ മെതിയടി ഇട്ടിട്ട് അന്ന് നടക്കുന്ന, അവര് മരിച്ചുപോയി. പക്ഷെ ഞാൻ അത് നോക്കുന്ന കൗതുകം കണ്ടിട്ട് എനിക്ക് ഇഷ്ടം കൊണ്ട് ആ ഉമ്മ എനിക്ക് വേറൊരു മെതിയടി എടുത്ത് തന്നതാ. അവരുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഞാനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ വല്യമ്മയൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പാർക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അവിടുന്ന് ഇതിടും, വല്യമ്മയുടെ എടുത്തിട്ടുണ്ട്. കുറെ ഇതെന്തായിരുന്നു പിന്നെ? ഇത് മരത്തിന്റെ പെട്ടിയാണ്, സാധനങ്ങളൊക്കെ സ്വർണ്ണൊക്കെ വെക്കാനൊക്കെ. പണ്ടത്തെ ഇല്ല ഇല്ല, ഇത് ഒരു പഴയ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. ഇത്ത വരച്ച ചിത്രം. ഇത് അക്രിലിക്കില്. അക്രിലിക്. ഇത് ഖുറാനൊക്കെ രാമായണം അതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വായിക്കുന്നത്. അതെ അതെ. അത് ചന്ദനത്തിരി വെക്കാൻ വേണ്ടിട്ടുള്ളതാ. ചന്ദനത്തിരി വെക്കുന്നത് ഇങ്ങനെ കുത്തുന്നത് എല്ലാം നല്ല രസമുണ്ട്. ചന്ദനത്തിരിയുടെ മണമുണ്ട്. അതല്ലേ, കൗതുകകരമായ എന്തെങ്കിലും കണ്ടാല് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ കിട്ടിയാല് ഞാൻ എടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോരും. പിന്നെ ഇതെന്താ, ഒരു കൊടയാണ്? ശരിക്കും കൊട തന്നെയാണ്. അവരുടെ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവരുടെ ട്രഡീഷണൽ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട തന്നെയാണ് അത് ശരിക്കും. പേപ്പർ കൊട പോലെ. അതെ, നമുക്ക് ഇങ്ങനെ പൂട്ടുകയും ചെയ്യാം. കട്ടിയുണ്ട്, ഇങ്ങനെ കൂട്ടി നമ്മൾക്ക് ശരിക്കും കൊട പോലെ തന്നെ പിടിക്കുകയും ചെയ്യാം. ഇതാണ് ഇത്തയുടെ അവാർഡുകൾ അല്ലേ? മൊമെന്റോസ് ആണെങ്കിൽ എല്ലാം മരത്തിനെ കൊണ്ടുള്ള സംഭവങ്ങളാണ് അറേഞ്ച് ചെയ്ത്. മരത്തിനോട് ഭയങ്കര അങ്ങനെയുള്ള പഴയ വീടുകൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ വീടുകളിൽ പോവാറുണ്ട്, അവിടെ കുറെ സമയം ചെലവഴിക്കുകയും ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പെയിന്റിങ് അല്ലേ? ഇത് പെയിന്റിങ്ങിൽ ഇത് വീടല്ലേ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രളയം, ഒരു എന്താ പറയാ, കാലാവസ്ഥ വെള്ളം, അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കിടന്നുണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എപ്പോഴും എങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, എനിക്ക് ഇതെടുക്കണം, എന്തൊക്കെയോ വരയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് കുറെ കുത്തി വരയ്ക്കുക എന്തൊക്കെയോ ആണ് ചെയ്തത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എന്തോ ഒരു മനസ്സിന്റെ ഒരു വേറൊരു അവസ്ഥയായിരുന്നു. അതിലിങ്ങനെ എന്തൊക്കെയോ കുത്തി വരയ്ക്കുക. വരച്ചു കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ എന്ത് വരയ്ക്കണമെന്ന് വിചാരിച്ചു. ആ ഒരു സാധനം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ കുറേശ്ശെ ആയിട്ട് അത് വരച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ പെട്ടുപോയത്. അതെ, 2018 വെള്ളപ്പൊക്കമൊക്കെ വീടിത്ത വെള്ളപ്പൊക്കം വരുന്ന സമയത്തെ പിന്നെ ആലുവ പുഴ വീടിന്റെ പുറകിലാണ്, തൊട്ട് പുറകിലാണ്. അപ്പൊ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ വീട് മുങ്ങോ ഒരു നില? അന്ന് വന്നപ്പോ ഒക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ബാക്കില് നമ്മളെ മണപ്പുറം താഴെയാണ്. അപ്പൊ മതിലിന്റെ സൈഡില് ആ വെള്ളം ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോർ അന്ന് മുങ്ങിയായിരുന്ന? ഇല്ല, ഈ പുഴയിനായിട്ട് ഭയങ്കര ഒരു പ്രണയ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഈ പുഴ എല്ലാ വർഷവും മഴക്കാലത്ത് വരും, വെള്ളം വരും. അങ്ങനെ മതിലിൽ വന്നിങ്ങനെ ഇടിച്ച് എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാനപ്പോൾ അതിനോടും സംസാരിക്കും, അത് എന്നോടും സംസാരിക്കും. പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ വട്ടെന്നൊക്കെ പറയും. പക്ഷെ പുഴ എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2018 വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കും.
നോക്കി കഴിഞ്ഞിട്ട് എത്ര കേറി എത്ര പൊങ്ങി പൊങ്ങി പൊങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, തിരിച്ചു വരും. പിന്നെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അല്ല ഒരാഴ്ച മുമ്പാണ് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തോന്നി ഇങ്ങനെ വെള്ളം കയറും, വീട്ടിലേക്ക് കയറുന്ന ഒരു ഫീൽ ഇൻഡ്യൂഷൻ മനസ്സിൽ വന്നു തോന്നി. അപ്പോൾ മുതൽ സാധനങ്ങളെല്ലാം ഞാൻ ആദ്യം എൻ്റെ എഴുതിയ കടലാസുകൾ മുഴുവനാണ്, പുസ്തകങ്ങളും ഒക്കെയാണ് ആദ്യം കയറ്റി വെച്ചത് മുകളിലെ നിലയിലേക്കല്ല. പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായി എടുത്തു വെച്ചു. എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ ഒന്നും ഒഴിയാതെ ഞാനിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവസാനത്തെ ഒരു അനൗൺസ്മെൻറ്റ് ഇതിലേ പോകുന്നുണ്ടായിരുന്നു. രാത്രി ഒരു 10 മണിക്ക് ശേഷം പിന്നെ എന്താണ് എല്ലാവരും ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ വെറുതെ ഒന്ന് ഓടി വാതിൽ തുറന്ന്, രാത്രി 11 മണിയായിട്ടുണ്ട്. ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പം ആ പുഴ ഭയങ്കര ഉയരത്തിൽ എന്നെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞാൻ കയറും. എന്നോട് പിന്നെ പറഞ്ഞു ഞാൻ കയറും. അപ്പോഴും ഞാൻ പിന്നെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. പിന്നെ ഭയങ്കര ഒരു തിരമാല വന്ന് നിങ്ങളോട് പറയില്ലേ, ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്നോട് പറയാം ഞാൻ കയറുമെന്ന്. അപ്പം ഞാൻ കരഞ്ഞോടി ഞാൻ മുകളിൽ പോയിട്ട് ഞാൻ ചെറിയ ഹസ്ബൻഡിനെ വിളിച്ചാൽ അവർ ഉറങ്ങുക. അത് കഴിഞ്ഞ് ചെറിയ മോനെ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ പുഴ കയറും എന്താ ഉമ്മി ഈ പറയണതെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്നിട്ട് ലൈറ്റ് ഇട്ട് പുഴ നോക്കി. അപ്പോൾ പുഴ നിശ്ചലമായിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ അറിയാം ഉമ്മച്ചി എന്താ ഈ പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് പറയണ എന്നോട് കയറും. അന്ന് രാത്രി ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചു. അതിൻ്റെ ഒരു വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോൾ ആ പുഴ വന്നിട്ട് ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണേ, ഉയരം ഈ എത്ര ഉയരത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പുഴ അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വരൂലേ, അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് ഉള്ളിൽ എന്നെ ഇങ്ങനെ കിടന്നു. എന്തുകൊണ്ട് വന്നു കാരണം സ്വപ്നത്തിൽ കണ്ടു ഇത്ര അടുത്ത്. എനിക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ ആദ്യമേ നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഒരു മുൻകൂട്ടി കാണുക. അതെ തോന്നല് അങ്ങനെ വരാറുണ്ട്. പല കാര്യങ്ങളും അങ്ങനെ സത്യമായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കിടന്നു, എന്തുകൊണ്ട് ഇത്ര ഉയരത്തിൽ വന്നിട്ട് ഇന്നിങ്ങനെ കാണിച്ചു തന്നു. അകത്തപ്പം വെള്ളം കാണുന്നില്ല, പുറത്ത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതും എനിക്കൊരു ഇതായി. അപ്പൊ ചിലപ്പോൾ കയറുമായിരിക്കോ അങ്ങനെ നല്ലത്. അപ്പോൾ അന്ന് ആ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ ഇത്ര ഉയരം, ആ സ്വപ്നം കണ്ട ഉയരത്തിലുള്ള അലമാരി എന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചു. മുകളിലത്തെ ഒന്നും എടുത്തു വെച്ചില്ല. ആ ഉയരം ഞാൻ ആ സ്വപ്നം കണ്ട ഉയരത്തിലെ എല്ലാ സാധനങ്ങളും എന്താ പറയുക കർട്ടനൊക്കെ ഇങ്ങനെ മടക്കി കയറ്റി വെച്ചു. എല്ലാം അവസാനം ഓടുമ്പോൾ ചവിട്ടി എടുത്തു വെച്ചു, ചെരുപ്പുകൾ എടുത്തു വെച്ചു. എനിക്കറിയില്ല, പുഴ എന്നോട് പറഞ്ഞു കയറും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം എടുത്ത് മേലെ വെച്ചു. എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ കരഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണത്. അപ്പം പുഴ കയറി ചളിയായ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വീടല്ലേ, നമുക്ക് ഇട്ടിട്ട് എവിടേക്കോ എറിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി, അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മുങ്ങിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന മണപ്പുറത്തിൻ്റെ സൈഡിലായതുകൊണ്ട് അവിടെ ഇടിഞ്ഞിട്ട് അങ്ങോട്ട് വീണ് പോയിട്ടുണ്ടാവും വീട് എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറച്ചൊന്ന് അടങ്ങി ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരാൻ ഉള്ള സമയത്ത് ഞാൻ ഇവരുടെ കൂടെ കാറിൽ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ അളവിൽ അവിടെ മാത്രം സാധനം, അതിൻ്റെ മുകളിലത്തെ സാരി ഡ്രസ്സുകളൊന്നും നനഞ്ഞിട്ടില്ല ഒന്നും. അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യം. അപ്പോഴാണ് ആ പുഴേനെ ഞാൻ ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്തയുടെ മനസ്സിൽ ഇൻഡ്യൂഷൻ തോന്നിയത് അതുപോലെ തന്നെ. ഇത്ര ഉയരത്തിലാണ് ആ ഉയരത്തിൽ തന്നെ ചിലപ്പോ ദൈവം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന പറയല്ല, അപ്പൊ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്നാലും അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു. പുഴയിലെ എല്ലാവരും എത്രയോ ആൾക്കാർക്ക് വീട് അടുത്തടുത്ത വീടുകളിലെ ആൾക്കാരൊന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അവര് പോവാന്ന് പറഞ്ഞിട്ട് വന്നില്ല. അവരൊക്കെ ഹെലികോപ്റ്ററിലാണ് പിന്നെ പോയത്. ഞങ്ങളൊക്കെ ആദ്യമേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെയല്ലേ മഹാദേവ ക്ഷേത്രം. ആലുവ തേവരായിട്ടുള്ള ഭയങ്കര ക്ലോസില് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. പിന്നെ മഹാദേവന്റെ അമ്പലത്തെ കുറിച്ച് ആലുവ മണപ്പുറം ക്ഷേത്രം. എന്നാലും ഒരു ദൈവത്തിന്റെ ഒരു നോട്ടം ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇതാണ് ലിവിങ് ഏരിയ. എനിക്ക് തുറന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതാണ്
അതെ അതെ തുറന്ന് ആദ്യം തന്നെ എന്റെ കണ്ണു പോയത് ഇതിലേക്കാണ്. ഇത് കോഴിക്കോട് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. രണ്ടത്താണി ഒരു ടേബിള് പോലെ ഉണ്ട്, പക്ഷെ പുസ്തകങ്ങളുടെ ഒരു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പഴയ എനിക്ക് ഈ പഴയ സാധനങ്ങളോട് ഇഷ്ടമുള്ള പഴയ പുസ്തകങ്ങളാണോ ചോദിച്ചിട്ട് പൊക്കി നോക്കിയിട്ടുണ്ട്. ആ സത്യം ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇത് പിന്നെ ഒന്നായിട്ട് ഇളകുന്നില്ല. അതെ. പിന്നെ ഇത് സൗണ്ട് സ്റ്റോറിയുടെ അല്ലേ കിട്ടിയത്, കുട്ടിയുടെ അവാർഡ്. ശംഖൊക്കെ ഉണ്ടല്ലോ. ശംഖൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇതെന്താ എന്തോ സംഗീതോപകരണാണല്ലോ. അതെ അതെ. ഡൽഹിയിൽ പോയപ്പോ ഒരാളിരുന്ന് വായിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇതല്ലേ വായിക്കുന്നത്. ഇതില് മണിയൊക്കെ ഇതിവിടെ വെക്കും, അതങ്ങോട്ട് നമ്മളിവിടെ കഴുത്തിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ. ഇതൊന്ന് പിടിച്ചത്. അതങ്ങനെ ആൾക്കാരോട് എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ശരിക്കും അങ്ങനെ വായിക്കാൻ ഞാൻ പഠിച്ചില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാറുള്ളൂ. പക്ഷെ നല്ല രസമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതെ ഇങ്ങനെ അല്ലേ, ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എനിക്ക് വരുന്നില്ല. ഈ സാധനം അവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് വായിക്കാം. ഇതിങ്ങനെ ഇതെന്തോ ഞാൻ പിടിക്കണ നോക്കി. അത് പിടിക്കാൻ തന്നെ അത് ഇത്തൊക്കെയാണ് ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ കൈ ഇങ്ങനെ ഇതിങ്ങനെ വെച്ച അങ്ങനെ വലത്തെ കൈ കൊണ്ട് മതി. എനിക്കില്ല, ശരിക്കും ആവുന്നില്ല, കുഴപ്പമില്ല. ഭയങ്കര അതുകൊണ്ട് ആരും ഒന്നും തോന്നരുത്. ഇത് ഇവളൊക്കെ എവിടെ പറയും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഡൽഹിയിൽ പോയപ്പോ നല്ല രസമുണ്ട്. ഇതല്ല, മോള് പോയപ്പോ രാജസ്ഥാനിന്ന് മോളെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ അവൾക്കറിയാം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ നല്ല രസമുണ്ട്. എനിക്ക് ഞാൻ പിന്നെ വെറുതെ അതിങ്ങനെ വായിക്കുമ്പോ അതിന്റെ അത് നല്ല നല്ല സൗണ്ട് കേൾക്കും. നന്നായിട്ടുണ്ടായി. നല്ല എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ. അവൻ ആർട്ടിസ്റ്റാന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്. പക്ഷെ അവന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ ഇത്. സ്വന്തം ഉണ്ടാക്കിയതാ. ഒരു വലിയ വീടല്ലേ. ഈ വീടാണോ? ഇതല്ലല്ലോ. അല്ല അല്ല, അവൻ തന്നെ അവരുടെ നാട്ടിലുള്ള ഒരു സ്റ്റൈലാണത്. അപ്പൊ ഇതൊക്കെ മറ്റേ ഏതോ ഇതൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ വാങ്ങിക്കുന്നതാണ്. യാത്രകൾ ചെയ്യാറുണ്ട്. അത്ഭുത വിളക്കിന്റെ അതേപോലത്തെ അതന്നെ സാധനം തന്നെ. സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ നന്നായിട്ട് യാത്ര പോകും. ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ട്? ഒമാനില് ആയിരുന്നു ഞങ്ങള് ഇതായിരുന്ന. പിന്നെ ഒമാന്, അബുദാബി, സൗദി, പിന്നെ മലേഷ്യ, സിംഗപ്പൂര്, തായ്ലാൻഡ്, വിയറ്റ്നാം, പിന്നെ തന്നെ തുർക്കി, അസർബൈജാൻ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ജപ്പാൻ. ജപ്പാനിൽ എല്ലാ സ്ഥലത്തും ഇതൊക്കെ എവിടെ പോണെന്ന് ആഗ്രഹം. ബാലി. ബാലി ഇതെന്റെ സഹായിയാണ്. സഹായി അടിച്ച് തുടച്ചു തരുന്നവര്. അതെ അതെ, റോബോട്ട്. അതെ, റോബോട്ടാണ്. ഒന്നത് ജസ്റ്റ് എങ്ങനെയാന്ന് കാണിക്കൂ. നമുക്ക് നല്ല ക്ലീൻ ആവും, നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മള് ഓർഡർ കൊടുക്കണം ഇങ്ങനെ. നമ്മള് ഫോണിൽ നമുക്ക് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. സ്റ്റാർട്ട് ക്ലീനിങ് എന്ന് പറയും. അതാണ് സ്റ്റാർട്ട് ക്ലീനിങ്. അതന്നെ സ്റ്റാർട്ട് ക്ലീനിങ് അത് മുപ്പത്തി പറഞ്ഞ് ചെയ്തു. പിന്നെ നമ്മളത് ഫോണില് നമുക്ക് ഓഫ് ആക്കാം, ഓൺ ആക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇത്തയുടെ ഒരു സഹായം ഇവിടെ വേറെ സെർവന്റ് എന്തൊക്കെ സഹായത്തിന് കണ്ടോ. മതി അങ്ങനെയൊന്നും പറഞ്ഞാ കേൾക്കൂലല്ലോ. ഇങ്ങനെ എല്ലാ സ്ഥലം പോയിട്ട് ഇല്ല അതൊക്കെ അങ്ങനെ പോയിക്കോളും. ഇങ്ങനെ അങ്ങ് പോയിക്കോളും അല്ലേ. കഴിയുമ്പോ ഹോമിലേക്ക് തിരിച്ചു വരാന്ന് അതന്നെ പറയും. എന്നിട്ട് വന്ന് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ വാങ്ങിച്ചത്. ഓക്കെ, ഇപ്പൊ എല്ലാ സ്ഥലത്തും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റോബോട്ടങ്ങ് പോവാ മതി. നമ്മള് ഹോമിലേക്ക് പോണെങ്കില് ഹെഡിങ് ഹോം. അപ്പൊ അത് പോയി കേറിക്കോളാം. അത് നമ്മളൊന്നും ചെയ്യണം, അങ്ങ് കേറി പോയിക്കോളും. സ്ഥലം കണ്ടെത്തി അങ്ങനെ അങ്ങ് പോയിക്കോളും.
നല്ല ഏതായാലും നല്ല വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമുള്ള ഉപകാരമുള്ളൊരു സംഭവമായിട്ടാ. നമുക്ക് ജോലിക്കൊക്കെ പോണവർക്കൊക്കെ അത് ഓൺ ആക്കിയിട്ടിട്ട് പോയാൽ മതി. അത് ഓണാക്കിട്ടിട്ട് പോയിട്ട് തന്നെ കയറിക്കോളും. എല്ലാം കഴിഞ്ഞിട്ട് തന്നെ കയറിക്കോളും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താല് തുടക്കല് നമുക്ക് നല്ലോണം ഇല്ലെങ്കിലും ഞാൻ പിന്നെ തുടക്കല് വെള്ളം അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പ്രശ്നം ഇല്ല വെള്ളം ഒഴിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇത്തയുടെ ഇപ്പോഴത്തെ സഹായം. പിന്നെ ഇതൊക്കെ എന്താ? ഇതൊക്കെ വിയറ്റ്നാമിൽ പോയപ്പം അവിടെ ഇങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങള് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. പീസുകളൊക്കെ അത് നമുക്ക് കാണാൻ പോകാൻ പറ്റും. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ പണ്ടത്തെ നല്ല പാത്രങ്ങളൊക്കെ ഇല്ല കൈകൊണ്ട് ഇങ്ങനെ ഇതവരിങ്ങനെ ഒട്ടിച്ചുണ്ടാക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതെന്താ ഇത്ത? ഇത് ഒമാനിലെ ആളുകള് അവിടുന്ന് ഇങ്ങനെ തയ്ച്ച് ഉണ്ടാക്കുന്നതാണ് ഒരു സാധനം. ഇതല്ലേ? അപ്പൊ ഞാനത് വാങ്ങിച്ചതാ. ഈ പാത്രം അത് തറവാട്ടിലത്തെ വെറ്റിലച്ചെല്ലാണ്. പഴയ വെറ്റിലച്ചെല്ല്. വെറ്റിലൊക്കെ ആളുകൾ വരുമ്പോ കൊടുക്കുന്നത് ഇതിലായിരുന്നു. ഇങ്ങനത്തേക്ക് ഇപ്പോഴേ പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ മ്യൂസിയത്തിലേ ഉള്ളൂ. ഇത്തയുടെ അടുത്ത് ഇത് എത്ര വർഷം? 19 വർഷം ഉണ്ട്. തറവാട്ടില് വല്യമ്മ കാലത്ത് ഉണ്ടായിരുന്നതാണ്. വെറ്റിലച്ചെല്ലാം കാണാത്തവർക്കായിട്ട്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ എവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ വാങ്ങിക്കുന്നതല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ച? അല്ല ഇതൊക്കെ ഡൽഹി അല്ല. ഞാൻ പൂനെക്ക് പോയി. ഞങ്ങളൊരു ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡ്രൈവിങ്ങിന്റെ ഒരു ആഗ്രഹം കൊണ്ട് പൂനെക്ക് പോയി. ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ അധികം റോട്ടിലൊന്നും അധികം ഇതില്ല. ഞാനും ഹസ്ബൻഡും മാത്രം ഒരൊറ്റ ഇത്തയാണ് പൂനെ വരെ വണ്ടി ഓടിച്ചത്? അല്ല, കൂടുതൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് ബാംഗ്ലൂർ സ്റ്റേ ചെയ്ത് പിന്നെ ബെൽഗാമില് അവിടെ പോയിട്ട് പിന്നെ അങ്ങനെ പൂനെക്ക് നേരെ പോയി. അജന്ത എല്ലോറ ഗുഹേന്റെ അവിടെ വരെയും പോയി. അവിടെ ചെന്നപ്പോ അത് തുറന്നിട്ടില്ല. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് തുറന്നിട്ടില്ല പറഞ്ഞു. അത് ദൂരെ നിന്ന് നോക്കി അങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇനി കാണാൻ പറ്റട്ടെ. അതെ. പിന്നെ ഈ ചെയർ തന്നെ ഭയങ്കര രസമുണ്ട്. എന്താ പറയാ, ഗ്ലാസ് ചെയർ ഒന്നും അല്ല, നല്ല മരത്തിന്റെ എല്ലാം. മറ്റേ എന്താ പറയാ, ഒരു പഴമ ഇഷ്ടപ്പെടുന്നോണ്ട് തന്നെ എല്ലാം ആ ഒരു മരത്തടികളാണല്ലോ. ഇത് പുസ്തകങ്ങളല്ലേ? കൂടുതൽ ഹസ്ബൻഡാണ് കൂടുതൽ വായിക്കുന്ന ആള്. നല്ല നല്ല വായനക്കാരനാണ്. ഇതെന്താ? അത് വെറുതെ ഒമാനി ഇത് വെക്കുന്ന സാധനങ്ങൾ. ഹൽവ വെക്കുന്ന ഒരു പോട്ടാണ് അത്. ഹൽവ വെക്കാൻ ഹൽവ അതിലാണ് വരുന്നത്. ഉള്ളിൽ ഞാൻ ആ കടലാസ് ഉണ്ട് എന്നുള്ളൂ. അല്ലാതെ ഹൽവ കൊണ്ടുവരുന്ന ഒമാനിന്ന് അവര് വന്നപ്പോ ഹൽവ കൊണ്ടുവന്നത്. ഒമാനിന്ന് ഹൽവ കൊണ്ടുവരുന്ന പാത്രം തന്നെ എന്തൊരു ഭംഗിയാ. ഞങ്ങളുടെ പഴയ സ്പോൺസർ ഭാര്യ മക്കളും എല്ലാവരുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അവരെല്ലാവരും വീട്ടിൽ വരാറുണ്ട്. ഈ അടുത്തും കൂടി അവര് വന്നിട്ടുണ്ടായിരുന്നു. താജ്മഹലിന്റെ അതൊക്കെ പൊട്ടിപ്പോയ. പിന്നെ പുസ്തകങ്ങൾ ഇത് വേൾഡ് ബുക്ക് അല്ല, നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ? അതെ, എൻസൈക്ലോപീഡിയ. അത് അന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പുസ്തകങ്ങളിലായിരുന്നല്ലോ കൂടുതലും അറിവുകളൊക്കെ കിട്ടുന്ന. അപ്പൊ എടുക്കാം എൻസൈക്ലോപീഡിയ. ഇപ്പൊ നമ്മള് ശരിക്കും ഗൂഗിളിലാണ് നോക്കുന്നത്. പുസ്തകം ഇതാ, എല്ലാം ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും. വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ. അതെ, ഒരിടത്തും അധികം ആരെങ്കിലും? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇത്തയുടെ വീട്ടിൽ നിന്നാ ഞാൻ കണ്ടത്. എല്ലാം ഒരുപാട് വർഷം, ഒരു 10-25 വർഷം മുമ്പ് ഒമാനിലായിരുന്നപ്പോ വാങ്ങിച്ചതാണ്. അവിടെ വെച്ച് വാങ്ങിച്ചതാണ്. അന്ന് 10-25 വർഷം. അന്ന് 65,000 എങ്ങാണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ മണി ഇതിന് മൊത്തത്തിന് 65,000 രൂപ. അത്ര എങ്ങാണ്ട്. മൊത്തം എത്ര സെറ്റ് ആയിരുന്നു? നല്ല പൈസ ആയിരുന്നു. 3, 4, 5, 6, 7 എത്ര മൊത്തം എത്ര ഉണ്ടാവും? കൊറേ ഉണ്ട്. ഇനി അതാ അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ കൂടെ തന്നെ കിട്ടുന്ന. അപ്പൊ ഇത് നമ്മൾ എന്ത് വിവരാണെങ്കിലും ഇതിൽ നോക്കി എല്ലാം ഉണ്ടായിരുന്നു. അതാണ് എൻസൈക്ലോപീഡിയ. ഞാനെന്താ ചോദിച്ചു? അതല്ല, എന്ന് വെച്ചാ നമ്മളിപ്പോ ഗൂഗിളിൽ നോക്കുന്ന എല്ലാ സംഭവവും ഇതിന്റെ അകത്തുണ്ട്. ദി വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ. എന്ത് രസോ. കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരമുള്ള. ഇത്തയുടെ കൊച്ചുമക്കൾക്ക് നല്ല. ഇപ്പൊ കൊച്ചുമക്കൾക്ക് ഞാൻ ഓരോന്ന് എടുത്തു കൊടുക്കും. അപ്പൊ അവർക്ക് വെള്ളം കയറിയപ്പോ ഒരു ഇത് വന്നത് കണ്ടോ. ഇതൊക്കെ കാണാത്തവര് കണ്ടോ കേട്ടോ, ആദ്യമായിട്ടാണ്. പിന്നെ ശബ്ദഭൂഷണി എല്ലാം ഉണ്ട്, എല്ലാ ഡിക്ഷണറി. പിന്നെ ഇതെന്താ ഇത്
അർത്ഥം അള്ളാഹു അല്ലാതെ ദൈവം, അള്ളാഹു ആണ് ദൈവം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദ് അവന്റെ പ്രവാചകനാണ്. അറബിയൊക്കെ ശരിക്കും പറഞ്ഞ ഇത് ഇങ്ങനെ വീട്ടിൽ വെക്കുന്ന ആയത്തുൽ കുർസി പോലെ അള്ളാഹു ലാ ഇലാഹ, അതൊരു ആയത്തുൽ കുർസി പറയും. അതാണ് ഇങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ വെക്കില്ലേ ഇങ്ങനെ? അത് ഇഷ്ടമുള്ളവര് അത് ഇതാണോ വെക്കുന്നത്? ഇത് എല്ലാം കുറെ നല്ല നല്ല വചനങ്ങള് വെക്കാറുണ്ട് പല ആളുകളും. ഇത് ഈജിപ്ഷ്യൻ ആണ്. ഒമാനിൽ ഉണ്ടായിരുന്നപ്പോ അവിടുത്തെ എക്സിബിഷന് വാങ്ങിച്ചു. ഈജിപ്ഷ്യൻ ആണ്. ഈജിപ്ഷ്യൻ ആണ്. പിന്നെ ഇത് അസർബൈജാനില് വാങ്ങിച്ചത്. പിന്നെ ഇതെന്താ മൊത്തം തഫ്സീർ, ഖുറാന്റെ ഇംഗ്ലീഷിലുള്ള മൊത്തം ഓരോ ഇതാണല്ലോ, ഓരോ വോളി ആയിട്ടുള്ള. അതെ അതെ അതെ, നമുക്ക് ഓരോ ഇതായിട്ട് എടുത്ത് വായിക്കാം. ഇതും എൻസൈക്ലോപീഡിയന്റെ കുട്ടികൾ, ചെറിയ കുട്ടികൾ ചൈൽഡ് ക്രാഫ്റ്റ്, ഇതെല്ലാം. ഇത് ഖുറാന്റെ എല്ലാ ഇതും ഉണ്ടല്ലേ? ഇത് എല്ലാം ഖുറാൻ തന്നെ. അതന്നെ, എല്ലാം ഖുറാന്റെ. ഖുറാന്റെ സമ്പൂർണ്ണായിട്ടുള്ള മലയാള അമൃതവാണി. ഇതില് ഖുറാന്റെ പദ്യം പോലെ ഖുറാൻ എഴുതിയേക്കുന്നത്. അതെ അതെ, എല്ലാവർക്കും വായിക്കാൻ. ഇതില് ONV കുറുപ്പും അയ്യപ്പ പണിക്കറും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതില്. ഇതെല്ലാം ഖുറാന്റെ വിവിധ ഭാഗങ്ങള്. പിന്നെ നമ്മുടെ സിദ്ദിഖിന്റെ പുസ്തകമുണ്ട്, ചിരിയുടെ രസതന്ത്രം. സിദ്ദിഖ് സാറിന് ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. സിദ്ദിഖായിട്ട് ഭയങ്കര അടുപ്പമുണ്ടല്ലേ? കുറച്ച് അടുപ്പമുണ്ട്. നമ്മള് ആ ഫുക്രീനേക്കാളും മുമ്പേ തന്നെ എക്സിബിഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കോമസൺസ് ആർട്ട് ഗാലറിയിലെ ഫസ്റ്റ് എക്സിബിഷൻ മുതൽ സാർ എല്ലാ എക്സിബിഷനും വരുമായിരുന്നു. അങ്ങനെയാണ് സാറിനായിട്ട് പരിചയം. പിന്നെ ഞാനിങ്ങനെ എഴുതൂന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഫുക്രിയിൽ തന്നെ എഴുതിച്ചു. നമ്മുടെ നാട്ടില് ചൂടി, കോഴിക്കോട് ഇത് നമ്മുടെ കയറല്ലേ, കയറ് പിടിച്ച്. അത് എക്സ്പോർട്ടിങ്ങിനുള്ള കയറാണ്, ഹസ്ബൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ഡൽഹിന്ന് വാങ്ങിച്ചതാണ്. ഇത് എന്റെ വരച്ച ചിത്രമാണ് കേട്ടോ. ഇത് കണ്ടോ, എടുത്തോ. ഇതൊരു സ്ത്രീയുടെ ഗർഭപാത്രമാണ്. എനിക്ക് ഇങ്ങനെയുള്ള അതിൽ നിന്ന് ഒരു കണ്ണ് നമ്മളെ പുറം ലോകത്തെ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ്. ഈ ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണ് നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ. അപ്പൊ മൺകലം അല്ലേ? നൈസായിട്ടുണ്ട്. ഇതും തറവാട്ടിലെ അവസാനത്തെ ജനൽപ്പാളിയാണ്. ഇവിടെ വെച്ചേക്കോ തറവാട്ടില്. തറവാട് ആദ്യം പൊളിച്ച് റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചായപ്പിന്റെ അവിടെയൊക്കെ നമ്മള് പഴകി ദ്രവിച്ചൊരു ഇതായിട്ട് കിടന്നതാണ്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴേ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ആ തറവാട്ടിൽ ഞങ്ങള് പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ചെതലരിച്ച് കിടക്കുന്ന ഒരു ഇത് കിട്ടിയപ്പോ ഞാൻ അതെടുത്തോണ്ട് സിനിമയില് ഏറ്റവും മനോഹരം. അതൊരു ഏതോ ഒരു കച്ചറ സ്ഥലത്ത് കിടന്ന സാധനം, എന്തൊരു രാജകീയമായ സ്ഥലം. അതെ, ഈ വീട്ടിലെ നമ്മളൊക്കെ ഇത് കണ്ടുപിടിക്കണം. പഴയ ആ വീട്ടില് ചെതലരിച്ച് പോകുന്ന അവിടുത്തെ ജനലെടുത്ത് ഇവിടെ വെച്ചേക്കുവാ. ഒന്നുകൂടി ഉണ്ടെങ്കിൽ അവിടെയും കൂടി സെറ്റ് ആക്കായിരുന്നു. അതെ, പക്ഷെ അത് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു കഷ്ണം അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡിസൈൻ ഒക്കെ കണ്ടോ പണ്ടത്തെ? നല്ല തറവാടായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ തറവാട്ടിലൊക്കെ താമസിക്കാൻ നല്ല ഇഷ്ടമാണ്. പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ ഉപ്പാന്റെ നാടും കൂടിയാണ്. എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ നാടാണ് പള്ളിക്കര. അവിടെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ വന്നിട്ട്. അപ്പൊ ഈ തറവാട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ തറവാട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനോടൊക്കെ എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നുന്നത്. ഇത് ഇത്തയുടെ തറവാട്ടിലേ അല്ലേ? ഹസ്ബൻഡിന്റെ. ഇതും ഇതുപോലെ തന്നെ നാഴിയല്ലേ? അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഒരു ആഷ്ട്രേ. ആഷ്ട്രേ, പണ്ടത്തെ ആഷ്ട്രേ. അപ്പൊ കുറച്ച് പഴക്കമുള്ളതാണ്. എനിക്കാണെങ്കിൽ മ്യൂസിയത്തിൽ പോയ പോലെ തോന്നി, സത്യം പറയാലോ. ഇതാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും അരി അളക്കുന്ന ചെറിയ നാഴി പറയില്ലേ, ആ നാഴി. അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും ഉമ്മച്ചി ഇതിലാണ് അരി അളന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് ഉപയോഗിക്കാതെ ഇങ്ങനെ കളഞ്ഞപ്പോ ഞാൻ എടുത്തിട്ടത്. എന്നാലും അതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ.
ചിലപ്പോ ആളുകള് പൊളിഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞ് കളയില്ല, പക്ഷെ എനിക്കത് കഴിയില്ല. എനിക്കതൊരു മാനസികമായ എന്നാലും ഉമ്മ അരി അളന്നോണ്ടിരുന്നതല്ലേ. അതെ അതെ എന്നുവെച്ചാ അത് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കൂടി. ഇക്കാന്റെ ഉമ്മച്ചിയാണ് എല്ലാം. അവരുമായിട്ട് ഭയങ്കര sync ആയിരുന്നു അല്ലേ? ഇതും പുതിയ ഇതൊക്കെ പഴയത് തന്നെ, കുറച്ച് വർഷം മുമ്പുള്ളത് തന്നെ. ഇത് അത് എല്ലാം സെറ്റ് ചെയ്ത് മുളയുടെ അല്ലേ? അതെ, മുളയുടെ. അപ്പൊ ഇത് റൂമാണോ? എത്ര റൂം ഉണ്ട് ഈ വീട്ടിൽ മൊത്തം? ഈ റൂം താഴെ 2 ബെഡ്റൂം, പിന്നെ മുകളില് 3 എണ്ണം. ഇത് ഞങ്ങള് റൂമായിട്ടെന്നല്ല, ഒരു എന്തെങ്കിലും വെക്കാനൊരു, പക്ഷെ എനിക്കൊരു ബാക്കി എല്ലാ സ്ഥലം സെറ്റ് ചെയ്ത് വെക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വെക്കാനുള്ള സ്ഥലമായിട്ട്. ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ വരച്ചത്. ഞാൻ വരച്ച ചിത്രം. ഇത് നമ്മുടെ എന്താ പറയാ, ആഫ്രിക്ക. അതാണ് ട്രൈബ്സ് ആണ്. ആഫ്രിക്കയിലെ ട്രൈബ്സ്. ആഫ്രിക്ക പോയിട്ടുണ്ടോ? ഇല്ല, പോണം. ആഫ്രിക്ക പോവാൻ ഇഷ്ടമാണ്. ഇത് ഒരു അത് മകള് ചെയ്തതാണ്. അതിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് വെച്ച് ഒട്ടിച്ചിട്ട് ചെയ്തു. ഇത് കൊട്ട എവിടുന്ന് വാങ്ങിച്ച? കൊട്ടൊക്കെ എവിടുന്ന് വാങ്ങിച്ചു. എവിടുന്നെങ്കിലും അതെ പൊക്കിക്കൊണ്ടോ. ഇത് പക്ഷെ നല്ല റൂമാണ്. നമ്മള് ഇങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന്. ഇത് ഭയങ്കര രസമുണ്ടല്ലോ. ഇതെന്താ സംഭവം? അതാണ് മജ്ലിസ്. അറബികൾക്കൊക്കെ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഭക്ഷണം ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളുണ്ടല്ലോ. അറേബ്യൻ ഭാഷയിലൊക്കെ കുഴിമന്തി കഴിക്കാൻ. അതെ, ഒരു മെഹഫിലൊക്കെ കൂടാനാണ് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും. അപ്പൊ എല്ലാവരും കൂടി വന്നിരുന്നിട്ട്, അപ്പൊ കൂടുതൽ ആർട്ടിസ്റ്റുകൾ നമ്മളെ കുടുംബത്തിലൊക്കെ പാടുന്നവരൊക്കെ കുറെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ വന്നിരുന്ന് കൂടി അതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ മജ്ലിസ് എന്ന് പറയുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ കുഴിമന്തിയുടെ കാര്യം അതല്ല, നമ്മളിപ്പോ അങ്ങനെ കാണുന്നുള്ളൂ ഈ ഹോട്ടലുകളിലൊക്കെ താഴെ ഇരുന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന മജ്ലിസ് പോലെ. അല്ലാതെ നമ്മൾ വേറെ ഏത് വീട്ടിലും കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ, നല്ല രസമുണ്ട്. ഇതെന്താ തോക്ക്? ഇത് പണ്ട് ഞങ്ങളിവിടെ താമസിച്ച സമയത്തൊക്കെ അന്നൊക്കെ ഇങ്ങനെ കൊക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അന്നൊക്കെ കൊക്കിനെ വെടി വെക്കുമായിരുന്നു. ചെറിയൊരു തെരയൊക്കെ ഉണ്ട്. ഞാനൊക്കെ കൊക്കിനെ പിടിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പിന്നെ നമുക്ക് അത് പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കണ്ടോ, മറ്റേ ഏത് തോക്കാ? ചെറിയ എയർഗണ്ണ്. അന്നൊക്കെ കൊക്കിനൊക്കെ വെടി വെക്കാമായിരുന്നു. എന്തെങ്കിലും അങ്ങനെ അന്നൊക്കെ പിടിച്ചേർച്ചി കഴിക്കാനൊക്കെ. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഇങ്ങനെ എന്താ പറയാ, നമ്മളൊരു മ്യൂസിയത്തിൽ വെച്ചതുപോലെ വെച്ചേക്കാം. തോക്കൊക്കെ ഞാൻ ഇങ്ങനെ ലൈസൻസ് ഒന്നും അങ്ങനെ ഇതിന് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. നമ്മള് വന്യജീവികളെയൊന്നും അല്ലല്ലോ. അല്ല പണ്ടത്തെ ആണ് കേട്ടാ. ഈ തോക്ക് കണ്ടിട്ട് ഇപ്പം വെടിവെക്കുന്നു വിചാരിക്കരുത്. വണ്ടി കൊച്ചുമോന്റെ ആയിരിക്കും അല്ലേ? കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇത് മജ്ലിസില് താഴെ ഇങ്ങനെ ഇരിക്കുന്ന. ഇവിടെ ഇങ്ങനെ ശരിക്കും പിന്നെ എല്ലാരും ഒരു സദസ്സ്, ഒരുപാട് ഡാൻസ് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് അങ്ങനെ കൈകൊട്ടി പാടും. ഇവിടെ എല്ലാരും ഇരിക്കാറുണ്ടോ? ആര് വന്നാലും എന്റെ കോഴിക്കോട് നിന്നൊക്കെ എല്ലാവരും വരുമ്പോഴൊക്കെ താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ കിടക്കുന്നത്. ബെഡ്റൂമുകളിലേക്ക് പോവാറില്ല. ഇവിടെ മരത്തിന്റെ മരം തന്നെയാണ്. ഇവിടെ മരമാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ മരം തന്നെയാട്ടോ ഇവിടെയൊക്കെ കാണിച്ചേക്കുന്നത്. ഇവിടെയാണ് ഞങ്ങള് കിടക്കാറ്. എല്ലാവരും ഇവിടെ അപ്പൊ പരന്നങ്ങ് കിടക്കും. ഞങ്ങൾക്ക് റൂമുകളിലേക്ക് പോവാറ്. നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഇങ്ങനെ മജ്ലിസ് കാണുന്നത്. വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ഇഷ്ടം തോന്നും നമുക്ക്. അപ്പൊ അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇപ്പൊ മരമൊക്കെ നിലത്ത് മരം ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. എന്തൊക്കെ തബല എല്ലാം ഉണ്ടല്ലോ. വായിക്കും ആരേലും? ഞാൻ തബല കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മുമ്പേ. ഇപ്പൊ ഒന്ന് വായിക്കാൻ പറ്റില്ല. കൊറേ വർഷങ്ങളായിട്ട്. അത് ആസാമിന്ന് എനിക്കിവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആസാമിന്ന് വന്ന് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്ന. അപ്പൊ അവര് കൊണ്ടുവന്നതാണ്. ഇത് കൈ കെട്ടിട്ട് ഇങ്ങനെ കെട്ടി പാടുന്നല്ലേ? അതെ അതെ, ഇങ്ങനെ മുട്ടുന്ന. ഇത് കുട്ടികളെ പോലെ ഇത് കാണുമ്പോഴേ ഭയങ്കര ഒരു അത്ഭുതത്തോടെയാ. ഇത് ഇവരുടെയാണ്. പിന്നെ ആഫ്രിക്കൻസിന്റെ ഇങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ പാടും ഇങ്ങനെ.
അത് കുട്ടികൾ വരച്ചണ്ട. ആ ഇത് ആഫ്രിക്കൻസിന് ഇതാരാ ഇത് ഇവിടെ നേരത്തെ വാങ്ങിച്ച ആഫ്രിക്കയിൽ ആരെയും ദുബായില് പിന്നെ വേൾഡ് ഇങ്ങനെ എക്സ്പോ ഉണ്ടാവുമല്ലോ, അപ്പൊ എല്ലാ രാജ്യങ്ങളുടെ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ എത്ര റേറ്റ് അവിടെയൊക്കെ വാങ്ങിക്കുമ്പോ ഉണ്ട്, എന്നാലും വാങ്ങിക്കുമ്പോ ഇഷ്ടം. എന്നാലും ഒരു 19,000 രൂപയൊക്കെ. ഏയ് അത്രയൊന്നുമില്ല. അല്ല ഞാൻ അവിടുന്നൊക്കെ നമ്മൾ ഈ വാങ്ങിക്കുമ്പോ ഇല്ല അത്രയൊന്നുമില്ല. നല്ല രസമാണ് അത്. നമ്മള് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഇതില് വായിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അതെ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് കാണുമ്പോഴേ ഇതിനോട് കുറച്ച് ഇഷ്ടം കൂടുന്നുണ്ട് കേട്ടോ. ദഫ് നമ്മള് സ്കൂളിലൊക്കെ ഇതും ദുബായിൽ നിന്ന് തന്നെ വെച്ചാ. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതൊക്കെ ദഫ് പിന്നെ ദഫ്മുട്ട് നല്ല രസമാണല്ലോ. ആ ദഫ് കുറച്ചും കൂടി അധികം ഇതുണ്ട് തോന്നുന്നല്ലേ ഇതിനേക്കാണ്. അത് ആസാം. അതെ അതെ, ആസാമിലെ ദഫ്. കുറച്ചുകൂടി കിലുക്കം കൂടുതൽ. കിലുക്കം കൂടുതൽ. അത് കണ്ടപ്പോ തന്നെ എനിക്ക് അത് അറബിക്കാണ്, അതാണ് അങ്ങനെ അറേബ്യൻ ഇതായതുകൊണ്ട് ഈ സ്റ്റൈല്. നല്ല നമ്മള് യുവജനോത്സവത്തിനൊക്കെ നല്ല നല്ല ഇതുള്ള നല്ല ദഫാണ്. ഇത് തബല. ഇതൊന്നും വായിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇതൊന്നും. അതെവിടെ തബല വെയിറ്റ് ഇല്ലല്ലേ? ആ തബലയൊക്കെ ആദ്യമായിട്ടാ കൈ കൊണ്ട് എടുക്കുന്ന കേട്ടോ. ഇതൊക്കെ എത്ര നാളായി ഇത്ത വാങ്ങിച്ചിട്ട്? 10-30 വർഷമായിട്ടുണ്ടാവും. 10-30 വർഷമായി. അത് ഞാന് ഫസ്റ്റില് ഒരു 18 വയസ്സിലൊക്കെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മസ്കറ്റിലേക്ക് ഫസ്റ്റില് പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് തബല ഭയങ്കര ഇഷ്ടം. അപ്പം മോനായപ്പം അവനെ പഠിപ്പിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. എനിക്ക് തബല വായിക്കുന്ന ഇഷ്ടമാണ്. അപ്പം മോനെ പഠിപ്പിച്ചാലേ എനിക്ക് കേൾക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് അഷ്റഫ് എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറ് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് മസ്കറ്റിലേക്ക് കൊടുത്തു വിട്ടതാണ് തബല. അന്നുള്ള തബല 30 വർഷമായിട്ടുള്ള തബല. 30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. തബലയൊക്കെ ആദ്യമായിട്ടോ. ഏതായാലും ഇതൊക്കെ തബലയൊന്നും കൊട്ടാൻ പറ്റി എനിക്ക്. അയ്യോ, ഓർഗനൊക്കെ ഞാൻ അവിടെ തന്നെ വാങ്ങിച്ചതാ. ഈ എഴുതുന്നതിന്റെ മുമ്പ് ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ അത് കോഴിക്കോട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കലാസമിതി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു കൂട്ടായ്മയാണ്. അതൊരു പഴയ കെട്ടിടത്തിന്റെ മുകളിൽ മരത്തിന്റെ കോണിയൊക്കെയാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിപ്പോയിട്ടാണ് ഈ കലാസമിതി ഉള്ളത്. അപ്പോൾ ഞാൻ അടുത്ത ഒരു കടയുണ്ട്, സാധനങ്ങൾ പലചരക്ക് കട. അപ്പോൾ എന്ത് സാധനം വാങ്ങാൻ ആരോട് പറഞ്ഞാലും എനിക്ക് പോകണം. എന്തിനും കലാസമിതിൻ്റെ മുകളിൽ ഹാർമോണിയം തബലയും വായിക്കാത്തൊരു സമയം നമുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ നിന്ന് കേൾക്കും. അത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. എന്നിട്ട് ഈ കടയിലിരുന്ന് ഇയാൾ പറയും ഇത് എടുത്തിട്ട് പോ മോളെ എന്ന് പറയും. എന്തെങ്കിലും ചെറിയ സാധനമായിരിക്കും. ഞാൻ പോവില്ല, ഞാൻ ഇത് കേട്ടിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞ കലാസമിതിൻ്റെ മുകളിൽ എന്തോ പരിപാടി ഉണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് കണ്ണൊക്കെ വെട്ടിച്ചിട്ട് ഞാനും അവളും കൂടി പോയി അവിടെ ഇരുന്ന്. ഞാൻ ചെറിയ കുട്ടിയെ കുഞ്ഞു ഉടുപ്പിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പിങ്ക് ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ പാട്ട് കേൾക്കാം, എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ. ഇനി ഇതിൽ ആർക്കെങ്കിലും പാടണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാടണം എന്ന് പറഞ്ഞിട്ട് ഇന്നെൻ്റെ കരളിലെ പൊന്നണിപ്പാടത്തൊരു ആ പാട്ട് ഞാൻ പാടി. സത്യം എനിക്ക് ഭയങ്കര അത്ഭുതം. ചെറിയ കുട്ടിയാണ് ഞാൻ, പക്ഷെ എനിക്ക് ഈ തബല ഹാർമോണിയൊക്കെ വെച്ചിട്ട് അന്ന് മുതലേ എനിക്ക് അതിന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് വേറെ എന്തോ ഒരു ഫീൽ ഇങ്ങനെ വരും. അത് എന്താ പറയാ ഇപ്പോഴും കേൾക്കുമ്പോ അതാണ് ഈ സംഗീതത്തിന്റെയും ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ഒക്കെ ഒരു പവർ. അതെ അതെ സത്യം. പാട്ട് പാടുന്നോ രണ്ടുപേര് അന്ന് പാടിയ പാട്ട്? അയ്യോ ഓർമ്മയുണ്ടോ? ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനം തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനം തത്ത പറന്നു വന്നു. പുത്തനാം കിനാവുകൾ പൂക്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതോ ഞാനും കാഴ്ച വെച്ചു. എൻ്റെ തത്തമ്മയ്ക്കതോ ഞാനും കാഴ്ച വെച്ചു.
കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എൻ്റെ കൽവിലപ്പോൾ ആനന്ദം, അത് മതി എൻ്റെ കൽവിലപ്പോൾ ആനന്ദം. ആ പാട്ട് പിന്നീട് കുറെ പാടിയിട്ടുണ്ട്. സത്യം, അത്രയും ചെറുപ്പത്തിൽ പഠിച്ച ഒരു പാട്ടായിരുന്നു അത്. ഇത് പിന്നെ ഇവിടെ ഇല്ല നമ്മള് ഉണ്ടാക്കിയതല്ല. പഴയതാ അല്ല, അത് പഴയതുപോലെ അവര് ഉണ്ടാക്കിയിട്ട് തന്നതാണ് നമുക്ക്. ഗ്രാമഫോണ്. അതിന്റെ ചെറിയൊരു ഇത് റോസാപ്പൂ. ഇത് ഇവിടുത്തെ പൂവാ. ഇവിടുത്തെ പൂവ് അധികം ചെടിയിലേക്കാളും കൂടുതൽ ഇവിടെ വീട്ടിന്റെ ഉള്ളിലാണ്. പിന്നെ ഇതാണ് ഫാമിലി ഫോട്ടോ അല്ലേ? അതെ അതെ. നമ്മള് നേരത്തെയൊക്കെ അബൂക്ക എന്നിട്ട് ഇത്തയുടെ ഹസ്ബൻഡാണ്. മകന്റെ കല്യാണത്തിന്റെ സമയത്ത്. ഇത് അബൂക്ക അല്ലേ? ഇങ്ങോട്ട്. ഇത് ഇക്ക, ഇത് ഇളയ മോൻ. അതെ, നേരത്തെ പറഞ്ഞനുസരിച്ച് ഇബ്രാഹിം. ഇത് അതാണ് മൂത്ത മോനും വൈഫ്. ഇത്തയും മോള്. മോള് ആർക്കിടെക്ട് ആണ്. അതെ, ആർക്കിടെക്റ്റ് ആണ്. അത് അവള് ട്രിവാൻഡ്രം CET-ലാണ് പഠിച്ചത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപർണ ബാലമുരളിയുടെ വീടാണ് അവള് ചെയ്യുന്നത്. ഇത്തയുടെ പേരെന്തായിരുന്നു? മിസ്ന റീം. ഇത്തയുടെ കല്യാണത്തിനാണ് സിദ്ദിഖിക്ക വന്നത്. അതെ അതെ. ഓ, അപർണ ബാലമുരളിയുടെ വീട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും ഇത്ത തന്നെയാണോ എല്ലാം മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഇല്ല, എല്ലാം അത് അമ്മയും അച്ഛനും ഒക്കെ വരും. അപർണയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട്. തൃശ്ശൂരാ അല്ലേ? തൃശ്ശൂരാണ്. അബൂക്ക് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ബിസിനസ് ആന്ന് പറഞ്ഞു. എന്താ? ഞങ്ങൾക്ക് പ്ലൈവുഡിന്റെ മാനുഫാക്ചറിങ് ഉണ്ട്. പിന്നെ ഇപ്പൊ സീ ഫുഡിന്റെ എക്സ്പോർട്ടിങ് ഉണ്ട്. അത് ഫാമിലി ആയിട്ടുള്ള ബിസിനസ് ആണ്. അപ്പൊ അതില് മക്കൾ രണ്ടാളും അതിലുണ്ടോ? ഇല്ല, മോള് അവിടെ വർക്ക് ഇതിന്റെ ഓഫീസിന്റെ ഇതിൽ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നുണ്ട് അവള്. പിന്നെ മൂത്തയ്ക്ക എന്താ ചെയ്യുന്നത്? മൂത്തയ്ക്ക അതന്നെ അതിന്റെ MD ആണ്. സീ ഫുഡ് എവിടെയാ സ്ഥലം? എവിടെ? ചേർത്തല, പള്ളിപ്പുറം എന്ന് പറയും. അപ്പൊ ഞാനും അതില് എപ്പോഴും പോവാറുണ്ട്. ബിസിനസ്സായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പൊ രണ്ടാളുടെ പേര് മറന്നു. മൂത്തയ്ക്കയുടെ അഹ്സം. ഇത് ഇബ്രാഹിം. അവൻ ഇപ്പൊ ACCA പഠിക്കാം. പിന്നെ ബിസിനസ്സും. ഇതാരാ? അത് ഉപ്പയും ഇക്കാന്റെ ഉപ്പയും ബ്രദേഴ്സും ആണ്. ഉപ്പ ഇതല്ലേ? ഇത് ഉപ്പ. ഉപ്പ, ബ്രദേഴ്സ് 1 2 4 ആള്. അല്ല 5. അതല്ല, ഒന്ന് ഇക്കയല്ലേ? അല്ല, ഓ, ഇത് ബ്രദേഴ്സ് മാത്രം. ഞാൻ മാത്രം. ഇത് വാപ്പിച്ചിയുടെ 5 ബ്രദേഴ്സ്. എണ്ണം അറിയില്ലാഞ്ഞിട്ടല്ലേട്ടാ ഞാൻ ചൊന്ന് അയക്കാന്ന് വിചാരിച്ചു. ഇതെന്താ ഇത്ത ഒരു പഴയ ഒരു പാത്രമാണ്. പഴയതാ? ഞാൻ കുറച്ച് അങ്ങനത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. വേറെ എനിക്ക് ആഭരണങ്ങളോ അങ്ങനെ വസ്ത്രങ്ങളോ അത് വഹിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങൾ വഹിക്കാൻ. അതായിരുന്നു. പിന്നെ ഇത് നമ്മളെ ഒരു ചെറിയ ലേഡീസ് ഒക്കെ വരുമ്പോൾ ഒന്ന്. പിന്നെ ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ. അപ്പോൾ ഏറ്റവും അധിക സമയങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടേബിളിൽ ഇരുന്നിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പം അതിനൊരു സ്ഥലമാണിത്. പിന്നെ മുകളിൽ 3 റൂം അല്ലേ? മുകളിൽ ഇവിടെ മുകളിലൊക്കെ നിന്ന് ആലുവ പുഴയൊക്കെ കാണാം അല്ലേ? എല്ലാ സ്ഥലത്തും ബാക്കിലെ എല്ലാ സ്ഥലത്തും കാണാം. പിന്നെ ഇത് ഇത്തയുടെ ഫോട്ടോ തന്നെ. ഇത് കല്യാണ ആൽബമാണ് മോളുടെ. ഇതാണ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? അവർക്ക് ബിസിനസ്സാണ്. സാബിക് നിസാം അല്ലേ? അതെ അതെ. ഉപ്പയായിട്ട് നമ്മളെ ആൽബം നമ്മുടെ ലൈഫ് ലോങ് ഒരു മെമ്മറി ആണല്ലോ. ഇതാ സിദ്ദിഖിക്കെ കണ്ടോ? നല്ല കൂട്ടുകാരാണോ ഇവര്? ആരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഇക്കക്ക്? ഞാൻ ഇതിലാണ് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് മോന് മരുമകനായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പൊ അവരുടെ ഏതോ ഫ്രണ്ട് അങ്ങനെ സ്ഥലം എന്തോ വാങ്ങിച്ചപ്പോൾ ഹസ്ബൻഡിന്റെ ഉപ്പാനെ ഒക്കെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പോഴാണ് അവിടെ വന്നപ്പോഴാണ് അവർക്ക് ആളെന്ന് മനസ്സിലായത്. ചിരിയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ആൽബം ഒക്കെ ഉള്ളൂ ഇനി ഒരു ഓർമ്മ. അതെ അതെ.
ഇപ്പോഴും ഈ ചിരിച്ച മുഖത്തിലാ കാണുന്നേ, എന്നും ചിരിച്ചിട്ട്. എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഫോണൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കും ഭയങ്കരമായിട്ട്. എന്നെ എഴുതിക്കാൻ വരെ ഓരോ ട്യൂണ് അപ്പം അങ്ങനെ മാറ്റി ഇങ്ങനെ തരുമ്പോഴൊക്കെ ആണെങ്കിലും സാറ് പറയും പിന്നെ ഫൗസിക്ക് അങ്ങ് കൊടുത്താൽ മതി ആ ട്യൂണിനും. അപ്പം ഇനി ഇത്രയും ഇങ്ങനെ വേറെ വേറെ ട്യൂണ് കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും സാറിന് ഭയങ്കര കോൺഫിഡൻസ്. ഈ പിക്ചറിന് അത് 3 ഹോഴ്സാണ്, 3 വ്യത്യസ്ത ഇതുകള് എന്നുള്ള ഒരിതാണ് മനസ്സിന്റെ ഒരു. എനിക്കില്ലേ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതോട് ചോദിക്കുന്നത്. ഇത് ഒട്ടിച്ചാണോ? വരക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു? വരക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ചിത്രം കണ്ടപ്പോ ഇവിടെ ഇത് ആദ്യം ഒട്ടിക്കണമെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കുമ്പോ വരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബോളിനി ഇത് കഴിയുമ്പോ വരയ്ക്കണം. ഇത് കിച്ചൺ ആണ്, ഇത് റൂം അല്ലേ? അത് ബെഡ്റൂം. ഇവിടുത്തെ ഈ പാത്രമൊക്കെ ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ദുബായിൽ ഖത്തറിൽ പോയപ്പോൾ എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് ആയിട്ട് ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ കിട്ടിയ ഗിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റി. അതെ, സബീനയാണത്. ഞങ്ങള് സബീന, സബിത, ഞാൻ, രാജേണ്ടി, ഞങ്ങളിങ്ങനെ 4 ഫാമിലി ആയിട്ട് എപ്പോഴും ടൂറൊക്കെ പോകുന്നത്, ഒരുമിച്ച് ക്ലോസ് ആണ്. അത് തസ്ലിയാണ്. ഇത് പിന്നെ ഷാർജന്ന് വാങ്ങിച്ചതാണ് ഞാൻ. ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഷോക്ക് വെക്കല്ലേ സാധനങ്ങൾ ഞാൻ വെക്കാറുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ വെക്കാം. പിന്നെ തസ്ബി അറിയാലോ അല്ലെ നമ്മളെ ഇങ്ങനെ. അതെ അതെ, എല്ലാം വെക്കാം. ഞാൻ അതിലെല്ലാം വെക്കാറുണ്ട്. നട്ട്സ് അതൊക്കെ തുർക്കിയാണ്. തുർക്കിന്ന് ഇമ്പോർട്ടഡ് ഫ്രം തുർക്കി. അവിടെ ചായ കട്ടൻ സുലൈമാനി കുടിക്കുന്നതാണ്. ഇത്രയും ഉണ്ടാവും? കുറച്ചേ ഉണ്ടാവുള്ളൂ. സുലൈമാനി എന്ന് പറയുന്നത് നമ്മള് ശരിക്കും കുറച്ചാണ്. ആണോ? നമ്മളെ ചായയൊക്കെ വലിയ ഗ്ലാസ്സിലല്ലേ സുലൈമാനി കുടിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെ. ഇത് ഗ്ലാസ്സാ അല്ലേ? അത് ഗ്ലാസിന്റെ അതിന്റെ ഒരു എല്ലാം കുറച്ച് അവിടെ കുടിക്കുന്നുള്ളൂ. പക്ഷെ അതിലൊക്കെ കുടിക്കുമ്പോ ഒരു രസം, അതുകൊണ്ടാണ് അതൊക്കെ. എന്താ പറയാ, ക്വാണ്ടിറ്റിയിലല്ല അതിന്റെ രസം. പിന്നെ അതുപോലെ ഉണ്ടാക്കി അതിലെ സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. ഇവിടുത്തെ സുലൈമാനി അവിടത്തേക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാനുള്ള ഇത് ഉണ്ടാവും. അപ്പൊ അത് ഇടുമ്പോ നല്ല രസം ഉണ്ടാവും. അപ്പൊ നമ്മള് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോ ഒരു സുലൈമാനി. തുർക്കിയിലൊക്കെ ഉള്ള സാധനങ്ങളെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ഇത് റൂം അല്ലേ? ബെഡ്റൂം ആണ്. ഇത് ഫാമിലി ഫോട്ടോ. ഇനിയിപ്പം മുകളില് 3 റൂം, മുകളില് 3 ബെഡ്റൂം. റൂമൊക്കെ ഒരുപോലെ തന്നെയല്ല, എല്ലാം ഒരുപോലെ തന്നെ. അപ്പൊ ഇതാണ് മോൾക്കൊക്കെ നമ്മള് മുകളിലാണല്ലോ അങ്ങനെ ഒരു അറ പോലെ അങ്ങനെ അറയാക്കുന്നുണ്ടല്ലോ നമ്മുടെ അങ്ങോട്ടൊക്കെ. നല്ല വീട് എന്ത് ഭംഗിയായിട്ടാ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. 25 വർഷമായി. പക്ഷെ അതിന്റെ ഇടയ്ക്കൊരിക്ക റിനോവേഷൻ ചെയ്തെങ്കിലും 10 വർഷം 15 വർഷമായി റിനോവേഷൻ ചെയ്തിട്ട്. എന്ത് രസമാ നോക്കി. ഭയങ്കര പോസിറ്റീവ് വൈബ്, എനർജി. എല്ലാരും അത് വന്ന് പറയാറില്ലേ? എല്ലാവരും പറയും. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഫ്രീഡം, അങ്ങനെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന്. നമ്മളങ്ങനെ ഒരു ഇതില്ല. ഇക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ കോഴിക്കോട് നിന്നൊക്കെ വരുമ്പോ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമല്ലോ, അല്ലാണ്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ വന്നാലും അങ്ങനെ ഇഷ്ടംപോലെ ഇരുന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അടച്ചുപൂട്ടിയൊരു ഫീൽ അല്ല, എല്ലാം തുറന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് മനസ്സ് തുറന്നിരിക്കുമ്പോ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇടുങ്ങി. അപ്പോൾ സിനിമയിൽ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ലിറിക്സിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൗസിയ അബൂബക്കറിന്റെ വീടാണിത്. ഇത്തയുടെ വീടാണ്. ഇത്തയെ എല്ലാവർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാൻ കാരണം ഇത്തയെ അറിയണം. എല്ലാവരും ചെറിയ റീലിലൂടെയോ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയോ ഒക്കെ ആയിരിക്കും ഇത്തയുടെ കഴിവ് അറിഞ്ഞിട്ടുണ്ടാവുക. ചാർലിയിലെ ദുൽഖർ പറയുന്ന ഡയലോഗ്, വെള്ളത്തിലെ പാട്ട്, പിന്നെ സൗണ്ട് സ്റ്റോറി, ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുടെ സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ പൊറാട്ട് നാടകം, പിന്നെ ഏതൊക്കെയായിരുന്നു ഇത്ത? പുഷ്പക വിമാനം, വള സിനിമയിൽ ഇപ്പൊ ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസിന്റെയും ലുക്മാന്റെയും സിനിമയായിട്ടുള്ള വളയിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു അറബി സ്ത്രീക്ക് ഡബ് ചെയ്തത്. അപ്പൊ അറബി ഉറുദു പാട്ട് എന്താ പറയുക, അത്രയും രസകരമായിട്ട് നമുക്ക് ടച്ചിങ് ആയിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നണിയിലാണ് ഇവരൊക്കെ, മുന്നണിയിൽ വരാറില്ല. ചില പാട്ടുകളിലൊന്നും പേര് പോലും നമ്മൾ കാണാറില്ല. യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. വെള്ളത്തിലേക്ക് നല്ല രസമുള്ള പാട്ട് എഴുതിയിട്ടുണ്ട്. 10-17ഓളം സിനിമകൾ ചെയ്തു. 35ഓളം സംഗീത സംവിധായകരുടെ കൂടെ പാട്ട് എഴുതി. അപ്പോൾ
എല്ലാരും അറിയണോ അല്ലേ ഇതൊക്കെ കുറച്ചൊരു മടിയുണ്ട് കേട്ടോ ക്യാമറയുടെ മുന്നിലൊക്കെ. എപ്പോഴും വീട്ടമ്മയായിരിക്കാനാണ് ഇഷ്ടം. അതിന്റെ കൂടെ ഇത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാലും നല്ല വീടാണ്. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി പുതിയ താരങ്ങൾ. എന്റെ തുടക്കം ഹംസ കൊന്നത്തേരി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനാണ് ഫസ്റ്റ് ആൽബം ചെയ്യുന്നത്, മാപ്പിളപ്പാട്ട്. അന്ന് ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വർഷം, 20 വർഷത്തോളമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തുടക്കം നല്ലതായിരുന്നു. ഇതൊക്കെ ആഗ്രഹിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആലുവ പുഴയെ ഇനിയും പ്രണയിക്കുക. ആലുവ പുഴ ഒരുപാട് തരും. ഇനി മറ്റ് നിങ്ങൾ കാണാത്ത താരങ്ങളുടെ പുതിയ വിശേഷങ്ങളും പുതിയ വീടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.